ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് രോഹിത് ശർമ്മ. ക്യാപ്റ്റനായി മുംബൈ ഇന്ത്യൻസിന് 5 IPL കിരീടങ്ങൾ നേടിക്കൊടുത്ത രോഹിത് നേരത്തെ ഡെക്കാൻ ചാർജേഴ്സിനൊപ്പവും ഒരു തവണ IPL കിരീടത്തിൽ മുത്തമിട്ടിട്ടുണ്ട്. മുംബൈയെ IPLലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാക്കി മാറ്റിയ രോഹിതിനെ പക്ഷേ കഴിഞ്ഞ സീസണിന് മുമ്പ് ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. രോഹിതിനെ മാറ്റി ഹർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയ മുംബൈയുടെ നീക്കം വലിയ വിവാദമാവുകയും ചെയ്തു. പ്രത്യേകിച്ച് മുന്നറിയിപ്പ് പോലും ഇല്ലാതെ രോഹിതിനെ നായക സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് താരത്തോടുള്ള നീതികേടാണെന്ന് ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. രോഹിതിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കിയതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും മുംബൈ ഇന്ത്യൻസിന്റെ IPL പ്രകടനങ്ങളെയും ബാധിച്ചിരുന്നു. ക്യാപ്റ്റൻസി നഷ്ടപ്പെട്ട രോഹിത് ശർമ്മ അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസ് വിടുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. മുംബൈ വിട്ട് മെഗാ താരലേലത്തിലേക്ക് വന്നാൽ ഏറ്റവും ഡിമാൻഡുള്ള താരങ്ങളിൽ ഒരാളായി രോഹിത് ശർമ്മ മാറും. ഇങ്ങനെ സംഭവിച്ചാൽ താരത്തെ റാഞ്ചാൻ സൺറൈസേഴ്സ് ഹൈദരാബാദ് രംഗത്തുണ്ടാകുമെന്ന കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഹൈദരാബാദിന് പുറമെ പുതിയ ക്യാപ്റ്റനെ തേടുന്ന ചില ടീമുകളും രോഹിതിനായി രണ്ടും കൽപ്പിച്ച് രംഗത്തുണ്ടാകും. അത്തരത്തിൽ രോഹിത് മെഗാ ലേലത്തിനെത്തിയാൽ താരത്തെ സ്വന്തമാക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 3 ടീമുകൾ നോക്കാം. രോഹിത് ശർമ്മ ലേലത്തിനെത്തിയാൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഫ്രാഞ്ചൈസികളിലൊന്നാണ് പഞ്ചാബ് കിങ്സ്. കഴിഞ്ഞ സീസണിൽ ശിഖർ ധവാനും സാം കറനുമായിരുന്നു അവരെ നയിച്ചത്. ഇതിൽ ധവാൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. അടുത്ത സീസണിൽ ഒരു പുതിയ നായകനെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. രോഹിത് ലഭ്യമാണെങ്കിൽ IPLൽ അദ്ദേഹത്തെക്കാൾ മികച്ച മറ്റ് ക്യാപ്റ്റൻസി ഓപ്ഷനുകളില്ല. താരങ്ങൾക്കായി പണം വാരിയെറിയാൻ മടിയില്ലാത്ത ഫ്രാഞ്ചൈസി കൂടിയാണ് പഞ്ചാബ്. അതുകൊണ്ട് തന്നെ രോഹിത് ലേലത്തിനെത്തിയാൽ സ്വപ്ന വില നൽകി വാങ്ങാൻ പഞ്ചാബ് തയ്യാറായേക്കും. രോഹിത് ശർമ്മയെ സ്വന്തമാക്കാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിന് താല്പര്യമുണ്ടെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. പഞ്ചാബിനെ പോലെ തന്നെ ലേലത്തിൽ പണം വാരിയെറിയാൻ മടി കാണിക്കാത്ത ഫ്രാഞ്ചൈസിയാണ് ഹൈദരാബാദ്. അതുകൊണ്ട് തന്നെ രോഹിത് ലേലത്തിനെത്തിയാൽ വൻ തുകയ്ക്ക് അദ്ദേഹത്തെ വാങ്ങാൻ ഹൈദരാബാദ് ശ്രമിച്ചേക്കും. നിലവിൽ ഓസീസ് നായകൻ പാറ്റ് കമ്മിൻസ് ആണ് ഹൈദരാബാദിനെ IPLൽ നയിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ടീമിനെ പ്ലേ ഓഫിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ടീമിലെത്തിയാലും ഹൈദരാബാദിൽ രോഹിതിന് ക്യാപ്റ്റൻസി ലഭിക്കാൻ സാധ്യത കുറവാണ്. കഴിഞ്ഞ 3 സീസണുകളിലും KL രാഹുൽ ആയിരുന്നു ലക്നൗ സൂപ്പർ ജയൻസിന്റെ നായകൻ. എന്നാൽ ടീം മാനേജ്മെന്റുമായി അത്ര രസത്തിലല്ലാത്ത രാഹുലിനെ മെഗാ ലേലത്തിൽ മുമ്പ് ടീമിൽ നിന്നും ഒഴിവാക്കുമെന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന സീസണിൽ പുതിയ ക്യാപ്റ്റനെ കണ്ടെത്താൻ ഫ്രാഞ്ചൈസി നിർബന്ധിതരാകും. രോഹിത് ലേലത്തിൽ ലഭ്യമാണെങ്കിൽ അതുകൊണ്ട് തന്നെ ലക്നൗ രണ്ടും കൽപ്പിച്ച് അദ്ദേഹത്തിന് പിന്നാലെ ഉണ്ടാകും. 2008ൽ ആരംഭിച്ച IPLന്റെ എല്ലാ എഡിഷനുകളിലും കളിച്ച താരമാണ് രോഹിത് ശർമ്മ. കിടിലൻ റെക്കോർഡാണ് ക്യാപ്റ്റനായും ബാറ്ററായും അദ്ദേഹത്തിന് IPLൽ ഉള്ളത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ 5 IPL കിരീടങ്ങൾ മുംബൈ ഇന്ത്യൻസിന് സമ്മാനിച്ച താരം ഡെക്കാൻ ചാർജേഴ്സിനൊപ്പം കളിക്കാരനായും ഒരു തവണ IPL കിരീടത്തിലെത്തി. IPLൽ മൊത്തം 257 മത്സരങ്ങളാണ് രോഹിത് ശർമ്മ കളിച്ചത്. ഇതിൽ 29.72 ബാറ്റിംഗ് ശരാശരിയിൽ 6628 റൺസാണ് സമ്പാദ്യം. 2 സെഞ്ചുറികളും 43 അർദ്ധ സെഞ്ചുറികളും സ്കോർ ചെയ്തിട്ടുണ്ട്. 109 ആണ് ഉയർന്ന സ്കോർ.